അസ്സലാമു അലൈക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവാസി കൂട്ടായ്മയായ കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ KMCC പ്രവാസികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ചെയ്തു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രവർത്തന മേഖലകളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും പഴയകാല ചരിത്രങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജിദ്ദ അൽ റൗദ KMCC അവതരിപ്പിക്കുന്ന KMCC ചരിത്രവേദിയിലൂടെ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ അതിന്റെ പോഷക ഘടകമായ KMCCയുടെയും എല്ലാം ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ജിദ്ദയിലെ ഹൈ റൗദ ഏരിയ KMCC തയ്യാറാക്കി ഇവിടെ പുറത്തിറക്കുന്ന KMCC ചരിത്ര വീതിയിലൂടെ എന്ന ഈ സംരംഭം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും അതിന്റെ പൂർവികരായ സ്ഥാപക നേതാക്കൾ തൊട്ട് ഇന്നുവരെയുള്ള മുസ്ലിം ലീഗിന്റെ ചരിത്രം പഠിക്കുവാനുമുള്ള ഒരു നല്ല സംരംഭമാണ് നിങ്ങൾ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ KMCC തുടക്കം മുതൽ ഇന്നുവരെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം, അതിലൂടെയാണ് KMCCയും മുസ്ലിം ലീഗും എല്ലാം പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് CH സെന്റർ പോലെയുള്ള വലിയ വലിയ പദ്ധതികളുമായി കൊണ്ടാണ് KMCCയുടെ സഹായത്താൽ നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ നേട്ടം തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് KMCC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രിക നമ്മുടെ സമൂഹത്തിന്റെ രക്ഷാ കവചം എന്നറിയപ്പെടുന്ന ഈ ചന്ദ്രിക മുസ്ലിം ലീഗിനെ പറ്റി അറിയുവാനും പഠിക്കുവാനും ദൈനംദിനം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആളുകളെല്ലാം തന്നെ രാവിലെ ആ പത്രം കാണാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇത്രയും പാടുപെട്ടുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിജയത്തിനും അതിന്റെ വളർച്ചയ്ക്കു വേണ്ടി ഇറങ്ങി തിരിച്ച ഈ സംരംഭത്തിന് പ്രത്യേകിച്ച് നിങ്ങളുടെ KMCCയുടെ എല്ലാ പ്രവർത്തകന്മാർക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയപ്പോൾ ഞാൻ കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും മറച്ചു വെക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വളരെ ആവേശത്തോടുകൂടി പരിശുദ്ധ ഹജ്ജിന് വന്ന് അവിടെയുള്ള ഉമ്മമാർ, അതേപോലെ തന്നെ പ്രായമുള്ള ആളുകൾ, അതുപോലെ തന്നെ എവിടെയാണ് എന്ന് അറിയാതെ നഷ്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വഴി ശരിക്കും അവർ കാണിച്ചു കൊടുത്ത് സ്വന്തം റൂമിൽ കൊണ്ടുപോയി ആക്കുന്ന ആ പ്രവർത്തനം ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് എന്ന് കേരളത്തിൽ ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി ചെറിയ പ്രവർത്തനം മുതൽ വലിയ പ്രവർത്തനങ്ങളാണ് KMCC അവിടെ കാഴ്ചവെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അള്ളാഹുവിൽ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. KMCC ചരിത്ര വീതിയിലൂടെ എന്ന ശീർഷകത്തിൽ ജിദ്ദ ഹൈ റൗദ KMCC പുറത്തിറക്കുന്ന ഈ ഡോക്യുമെന്ററിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. KMCC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങളുണ്ട്. അതൊരു പക്ഷേ ഇതര രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഇന്നൊരു വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. എണ്ണമറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതേപോലെ വ്യവസായ വാണിജ്യ രംഗത്ത് അതിന്റെ പ്രവർത്തകന്മാർക്ക് വേണ്ടി
നടത്തുന്ന നിരവധി സംരംഭങ്ങൾ, ചന്ദ്രിക ദിനപത്രത്തിന്റെ നടത്തിപ്പ്, അതിന്റെ പ്രചാരം, അതിന്റെ ഒക്കെ പുറമെ ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ മുസ്ലിം ലീഗിന്റെ പരിപാടികൾ കാണിക്കുന്ന നെറ്റ് സോൺ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളുമായി KMCC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം KMCC സ്പോൺസർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരിക്കുകയാണ്. ചികിത്സാരംഗത്ത്, അതേപോലെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് ശുശ്രൂഷ നൽകുന്നതിലും, ഇപ്പോ നോമ്പുകാലത്ത് ബഹുമാനായ ശിഹാബ് തങ്ങളുടെ പേരിൽ നടത്തുന്ന റിലീഫ് പ്രവർത്തനം, കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ, ക്യാൻസർ സെന്ററുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ, മരുന്നിന് പണമില്ല, അതേപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ആ സന്ദർഭത്തിൽ താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല. അവിടെയൊക്കെയാണ് KMCCയുടെ സഹായ ഹസ്തങ്ങൾ എത്തുന്നത്. മാത്രമല്ല, സാമൂഹ്യ ദുരാചാരങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, അതേപോലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ്, അതിന്റെ ശക്തി, അതിന്റെ പ്രവർത്തനങ്ങൾ എത്ര അനിവാര്യമാണ് എന്നുള്ളത് ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് വിദേശത്ത് വെച്ച് ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ KMCC ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉയർന്നമാണ്. KMCCയുടെ ഇടപെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മലയാളികൾ കാണുന്നു. KMCC ഇടപെടണം, KMCC ശ്രദ്ധിക്കണം. ഇത് പൊതു ആവശ്യമാണ്. എന്തു വിഷയം വന്നാലും, യാത്രാ ദുരിതം സംബന്ധിച്ച് കോഴിക്കോട് എയർപോർട്ട് ഉദാഹരണമായിട്ട്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എല്ലാ തരം ഫ്ലൈറ്റുകളും വരിക എന്നുള്ളത് ഒരാവശ്യമായിരുന്നു. എയർപോർട്ടിന്റെ വികസനം തന്നെ ഒരാവശ്യമായിരുന്നു. അങ്ങനെ അതിലൊക്കെ റവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുകഴിഞ്ഞു ഇതിലാണ്. ആ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യത്തിൽ KMCC വഹിക്കുന്ന പങ്ക്, KMCC അതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ വന്ന് സ്വാധീനിച്ച്, മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഈ കാര്യത്തിൽ ഗവൺമെന്റിൽ സ്വാധീനിച്ച്, കേരള ഗവൺമെന്റിൽ, കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ട് അനവധി പ്രവർത്തനങ്ങൾ ഇത്തരത്തിലൊക്കെ നടത്തിയെടുക്കാൻ. ഇതൊക്കെ തന്നെയാണ് സമൂഹത്തിന്റെ സംസ്കാരത്തിന് വേണ്ടി നടക്കേണ്ട പ്രവർത്തനം. മുസ്ലിം ലീഗിന്റെ ഈ ലക്ഷ്യം സാധിപ്പിക്കുന്ന കാര്യത്തിൽ ഏത് പോഷക സംഘടനകളോടൊപ്പം തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന KMCC അതിന്റെ സ്വന്തം പ്രവർത്തനങ്ങളും സംഘടനയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും ചന്ദ്രിക പത്രം നമുക്കറിയാം, ഗൾഫിൽ കൂടുതൽ പ്രചാരം നേടേണ്ടത് അനിവാര്യമാണ്. അവിടെ മറ്റു പല പത്രങ്ങളും കടന്നു കയറി അവ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ ചെറുപ്പക്കാർ ആകൃഷ്ടരായാൽ ഇവിടെ ഉണ്ടാകുന്ന ഫലം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പലപ്പോഴും കണ്ടുകഴിഞ്ഞു. ഇവിടെ ഉള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് അവരെ അവസാനം സ്വന്തം മാതാപിതാക്കന്മാർക്ക് പോലും വേണ്ടാത്തവരാക്കി മാറ്റുക എന്നൊഴിച്ചാൽ യാതൊരു ഗുണവും ഈ തരത്തിലുള്ള ചില സംഘടനകളുടെ പ്രവർത്തനം, അവർ സ്പോൺസർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നില്ല. അതിനൊക്കെ എതിരായി ശക്തമായി പ്രതിരോധിച്ച് നിൽക്കുന്നത് ഒരു പത്രം എന്നുള്ള നിലയിൽ ചന്ദ്രികയാണ്. മാത്രമല്ല, പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മറ്റു മീഡിയകളൊക്കെ അവർക്ക് അവരുടേതായ രീതികളുണ്ട്, പരിമിതികളുണ്ട്. അത് ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രികയുടെ പ്രചാരം കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവണം, നാട്ടിലുണ്ടാവണം. അക്കാര്യത്തിലും KMCC നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജിദ്ദയിലെ വളരെ പ്രശസ്തമായ ഒരു KMCC യൂണിറ്റാണ് ഹൈ റൗള. സംഘടനാ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന ജിദ്ദ സെൻട്രൽ KMCCയുടെ അൽ റൗള KMCC പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. KMCCകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ MES, MSS തുടങ്ങി പ്രശസ്തമായി വന്നിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ഒരു ഏജൻസികളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ
സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകളെ കുറിച്ച് നമുക്കറിയാം. KME പോലുള്ള EME പോലെയുള്ള സംഘടനകൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ തൊഴിലെടുക്കുന്നതിന് വേണ്ടി ചെന്നപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു മഹൽ പ്രസ്ഥാനമാണ് KMCC. ഏകദേശം 3 പതിറ്റാണ്ടിലേറെക്കാലം 6 ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹ്യ സംഘടനയാണ് KMCC. കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന ഒരു മഹാപ്രസ്ഥാനം രൂപം കൊള്ളുക വഴി കേരളത്തിലെ ഒട്ടനേകം പാവങ്ങളും അഗതികളും അനാഥരും അബലകളും വിധവകളുമായിട്ടുള്ള ആളുകൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനം സ്വന്തമായി സംഘടന രൂപീകരിച്ച് നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് ഏറെ താല്പര്യമുള്ളത്, ഞങ്ങളുടെ പ്രശ്നങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുകൾ 975 മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന സാരഥ്യം ഏറ്റെടുത്തോളം മുതൽക്ക് ആരംഭിച്ച അദ്ദേഹവുമായുള്ള നിരന്തരമായ സമ്പർക്കവും അദ്ദേഹത്തിന്റെ അറബ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ബന്ധവും KMCC വലിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പള്ളി മുനാരങ്ങൾ ആകാശം മുറ്റി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, നേരത്തെ അനാഥശാലകളിലും പള്ളി, അറബിക് കോളേജ്, ദീനീ സ്ഥാപനങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന KMC അടക്കമുള്ള സംഘടനയിൽ നിന്ന് കഷ്ടപ്പാടനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ്. ജിദ്ദ സെൻട്രൽ KMCCയിലും മക്ക, മദീനയിലെ KMCCകൾക്കും ഹജ്ജ് വേള അവർക്ക് വല്ലാത്തൊരു ആഘോഷത്തിന്റെ വേളയാണ്. ഹജ്ജിനായി എത്തിപ്പെടുന്ന പ്രായാധിക്യമുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാര്, ഇവർ കടുത്ത ചൂടിലും കടുത്ത തണുപ്പിലും പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് KMCയുടെ ഹജ്ജ് വളണ്ടിയർ കോറിന്റെ ചുമതലയാണ്. അതുകൊണ്ട് 1000ഓളം വരുന്ന KMCയുടെ ഹജ്ജ് വളണ്ടിയർമാർ മീനായിലും മറഫയിലും മുസ്ദലിഫയിലും മക്കായിലും മദീനയിലുമായി അവർ ഇറങ്ങിയോളം മുതൽ ഹജ്ജിന്റെ മാസങ്ങളിൽ നിരന്തരമായി സേവനം ചെയ്യുകയാണ്. ബോധവൽക്കരണം നടക്കുന്നു, കാണാതാവുന്നവരെ കൈമുകളിൽ എത്തിക്കുന്നു, അസുഖമായ ആശുപത്രിയിൽ കിടക്കുന്നവരെ ചികിത്സിക്കുന്നു, മരണപ്പെട്ട ഹാജിമാരായ വൈഫുർ റഹ്മാന്റെ ആളുകളെ മയ്യത്ത് ഏറ്റുവാങ്ങി മറവ് ചെയ്യുന്നതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ഇവിടെ ഹജ്ജിനായി എത്തിപ്പെടുന്ന ധാരാളം ആളുകൾക്ക് സൗകര്യം കൊടുക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ബഹുമാനായ അഹമ്മദ് സാഹിബിന്റെ പ്രത്യേകമായ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് KMCC ഇന്ന് കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും അറിയപ്പെടുന്ന ഒരു മഹൽ സംരംഭമായി മാറി. KMCC നടത്തുന്ന ഈ പ്രചരണത്തെ പ്രത്യേകിച്ച് അൽറൗദ KMCC നേരത്തെ പറഞ്ഞ പോലെ ജിദ്ദ സെൻട്രൽ KMCയുടെ ഏറ്റവും വലിയൊരു അഭിവാജ്യ ഘടകമാണ്. ഞങ്ങളുടെ ബഹുമാനായ അഹമ്മദ് പാളയാട്ട്, ഹനീഫ തുടങ്ങിയ ആളുകളൊക്കെ നേതൃത്വം വഹിക്കുന്ന അൽറൗദ KMCയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് വഹിച്ചിരിക്കുന്നു. ആരാന്റെ വെള്ളം കോരികളും വിറകുവെട്ടികളുമായിരുന്ന ഒരു സമുദായത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിച്ച് രാജ്യത്തിന്റെ വികസന ശില്പികളാക്കി മാറ്റി അകാലത്തിൽ പൊരിഞ്ഞുപോയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും ഹരിത നക്ഷത്രങ്ങളെ സ്മരിച്ചുകൊണ്ട് KMCC ചരിത്രവീതിയിലൂടെ എന്ന പരിപാടി ഒരു ഗാനത്തോടുകൂടി ആരംഭിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചോ, ഇബ്ലീസിൻ ചതിയിൽ നിന്നോട് തിരിച്ചോ, ഇതിഹാസ ചരിത്ര പാഠങ്ങൾ പാടിച്ചോ, ഇടതന്മാർക്കൊരു വേല ഒരുക്കി വച്ചോ. കാണിച്ച പാത ബാഫക്കി തങ്ങള് മേന്തി പതാക, പൂക്കോയ തങ്ങള് ഹരിത പതാക. കൈതമില്ലത്ത് കാണിച്ച പാത ബാഫക്കി തങ്ങള് മേന്തി പതാക, പൂക്കോയ തങ്ങള് ഹരിത പതാക. ഫഖർ സാഹിബും മുഫ്തി സാഹിബും സിയറ്റുമേന്തി, സിരി സാഹിബും MK ഹാജിയും കരത്തിലേന്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചോ,
ഇബ്ലീസിൻ ചതിയിൽ നിന്നുടൻ തിരിച്ചോ. കോടതി വളപ്പിലെ കോമളനായി കോടി ജനങ്ങളിൽ ആശ്രിതനായി കൾച്ചർ സെന്ററിൽ നായകനായി. കോടതി വളപ്പിലെ കോമളനായി കോടി ജനങ്ങളിൽ ആശ്രിതനായി കൾച്ചർ സെന്ററിൽ നായകനായി. ഇഹലോകം വേടിഞ്ഞുള്ള ശിഹാബെന്നോരേ കേരള മുസ്ലിം കൾച്ചർ സെന്ററിൽ തിളങ്ങിയോരേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചോ. ഇബ്ലീസിൻ ചതിയിൽ നിന്നുടൻ തിരിച്ചോ. പാഠപുസ്തകത്തിൽ അവർ തിരുമാറി നടത്തി പവനമം ഇസ്ലാമിൽ കുരുത്തക്കേടിളക്കി പരിശുദ്ധ നബിയുടെ പേരിൽ ഫസാദിറക്കി. പാഠപുസ്തകത്തിൽ അവർ തിരുമറി നടത്തി പവനമം ഇസ്ലാമിൽ കുരുത്തക്കേടിളക്കി പരിശുദ്ധ നബിയുടെ പേരിൽ ഫസാദിറക്കി. അപവാദം പരത്തിക്കൊണ്ടവർ നടന്നേ ഉപരോധം നടപ്പാക്കാൻ ചിലർ തുനിഞ്ഞേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചോ. ഇബ്ലീസിൻ ചതിയിൽ നിന്നുടൻ തിരിച്ചോ. അടവുകൾ 18 പയറ്റുന്നു ധീരർ അതിനിടം കൊടുക്കുന്നു ഭരണത്തിൻ ധീരർ അടിപതറാതെ നാശം വിതയ്ക്കുന്നു നീചർ. അടവുകൾ 18 പയറ്റുന്നു ധീരർ അതിനിടം കൊടുക്കുന്നു ഭരണത്തിൻ ധീരർ അടിപതറാതെ നാശം വിതയ്ക്കുന്നു നീചർ. പല ജാതി പുരാണങ്ങൾ നിരത്തിയിരുന്നേ ഫലമില്ലാതീവർ തമ്മിൽ ഇടങ്ങിയിടുന്നേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ അടിയുറച്ചോ. ഇബ്ലീസിൻ ചതിയിൽ നിന്നുടൻ തിരിച്ചോ. അൽറൗദ യൂണിറ്റിലെ അണികളിലെല്ലാം അവശതയിൽ കഴിയുന്നവർക്കെല്ലാം ആശ്വാസമേകും സഹായത്തിലെല്ലാം. അൽറൗദ യൂണിറ്റിലെ അണികളിലെല്ലാം അവശതയിൽ കഴിയുന്നവർക്കെല്ലാം ആശ്വാസമേകും സഹായത്തിലെല്ലാം. കേരള മുസ്ലിം കൾച്ചർ സെന്ററിൽ വർഷിച്ചിരുന്നേ എളിമികച്ചൊരു KMCC ഇനാൾ വാഴട്ടെ. കേരള മുസ്ലിം കൾച്ചർ സെന്ററിൽ വർഷിച്ചിരുന്നേ കിളിമികച്ചൊരു KMCC നിനാൾ വാഴട്ടെ. ഭാരതത്തിന്റെ തെക്കു പടിഞ്ഞാറ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളം കിഴക്കും വടക്കും ദ്രാവിഡ സംസ്കാരത്തിന്റെ ഏറ്റില്ലങ്ങളായ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പടിഞ്ഞാറ് അറബിക്കടലിലേക്കും തിരിഞ്ഞു നിൽക്കുന്ന വശ്യമനോഹരമായ ഭൂമി. ഭാരതീയ സംസ്കാരം നിഷ്പതിച്ച ദ്രാവിഡ സംസ്കാരത്തെയും അറബിക്കടലിലൂടെ ലോക സംസ്കാരങ്ങളെയും സൗമനസ്യത്തിന്റെ പൂത്താലങ്ങളെന്തി സ്വീകരിച്ച പുളകങ്ങളുടെ നാട്. മനോഹരങ്ങളായ നദികളും സമ്പന്നങ്ങളായ നദീതടങ്ങളും നീണ്ടു നിവർന്നുകിടക്കുന്ന കാർഷിക ഭൂമിയും വെളിച്ചം വീഴാത്ത വനങ്ങളും കാവലാളുകളെപ്പോലെ തല ഉയർത്തി നിൽക്കുന്ന പർവ്വത ശിഖരങ്ങളും സന്തുലിതമായ കാലാവസ്ഥയും നിഷ്കളങ്കരും